ജീവിത പ്രതിസന്ധികളിൽ തളർന്നു പോകാത്തവരാരും കാണില്ല. എന്നാൽ അത്തരം ഘട്ടങ്ങളിൽ ഒരു ക്ഷേത്രം തുണയ്ക്കെത്തിയാലോ? ക്ഷേത്രദർശനം കൊണ്ട് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെങ്കിലോ? പ്രതിസന്ധി സമയങ്ങളിൽ സഹായത്തിനെത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്ന അമ്പലപ്പുഴ ക്ഷേത്രത്തെക്കുറിച്ചറിയാം. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം ഇന്ത്യയിലെ പ്രശസ്തമായ കൃഷ്ണക്ഷേത്രങ്ങളിലൊന്നാണ്. ക്ഷേത്രത്തിന്റെ പേരിനോടൊപ്പം കൂട്ടിവായിക്കാവുന്നത്ര പ്രശസ്തമാണ് ഇവിടുത്തെ അമ്പലപ്പുഴ പാൽപ്പായസവും വേലകളിയും. കൊല്ലവർഷം 720 നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതലറിയാം. കേരളത്തിലെ അറിയപ്പെടുന്ന കൃഷ്ണക്ഷേത്രങ്ങളിൽ മുൻനിരയിലാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ സ്ഥാനം. കൂടാതെ ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്കുമുണ്ട് ചില പ്രത്യേകതകൾ. പാർത്ഥസാരഥിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. വലതു കൈയിൽ ചമ്മട്ടിയും ഇടതു കൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്ന ഈ പ്രതിഷ്ഠ വളരെ അപൂർവമാണത്രേ. ശ്രീകൃഷ്ണൻ അർജുനൻ നൽകിയ വിഗ്രഹങ്ങളിൽ ഒന്നാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്ന് കരുതപ്പെടുന്നു. മറ്റു 2 എണ്ണം ഗുരുവായൂരിലും തൃപ്പൂണിത്തുറയിലുമാണുള്ളത്. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലോതി ചിലുചില്ലേനെന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാൻ നിസഗരി ഗമ പ പമ പസനി ദവ ദവ മഗരി ഗമ ഗമ പ ഗമ പദമ പ മഗരി നി സരി പ മഗരി സ സനി ധനി സ. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ഐതിഹ്യങ്ങൾ നിരവധിയുണ്ട്. ക്ഷേത്രത്തിനു സ്ഥാനം നിശ്ചയിച്ച വില്ലുമംഗലത്തു സ്വാമിയോടൊപ്പം നടന്ന ചെമ്പകശ്ശേരി രാജാവ് മനോഹരമായ ഓടക്കുഴൽ നാദം കേട്ടത്രേ. ശ്രീകൃഷ്ണന് ഓടക്കുഴൽ നാദമാണ് കേട്ടതെന്നു തിരിച്ചറിഞ്ഞ സ്വാമി രാജാവിനോട് ഇവിടെയൊരു ക്ഷേത്രം പണിയണമെന്നു അറിയിച്ചു. അങ്ങനെ നിർമ്മിച്ചതാണത്രേ ഈ ക്ഷേത്രം. പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ എന്തു ചെയ്യണമെന്നറിയാതെ ഇരിക്കുമ്പോൾ ക്ഷേത്ര ദർശനം നടത്തിയാൽ ഭഗവാൻ കൂടെയുണ്ടാകും എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ ഉപദേവതമാരുടെ കൂടെ മഹാദേവനും ഇവിടെയുണ്ട്. മുൻപ് ശിവക്ഷേത്രമായിരുന്നതുകൊണ്ടാണ് ഭഗവാൻ ശിവനെ ഇവിടെ പ്രതിഷ്ഠിച്ചതെന്ന് പറയപ്പെടുന്നു. അമ്പലപ്പുഴ ക്ഷേത്രത്തെക്കാൾ പ്രശസ്തമാണ് അവിടുത്തെ പ്രസാദമായ പാൽപ്പായസം. പാലും അരിയും പഞ്ചസാരയും വെള്ളവും മാത്രമാണ് ഇതിന്റെ ചേരുവകൾ. ഗോപാല കഷായം എന്നും ഇതറിയപ്പെടുന്നു. വെള്ളത്തിൽ പാൽ വേവിച്ചെടുക്കുന്നതുകൊണ്ടാണ് ഈ പേര് വന്നതത്രേ. ദിവസവും ഉച്ചയ്ക്ക് പാൽപ്പായസമുണ്ണാൻ ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴയിലെത്തുന്നു എന്ന് വിശ്വാസമുണ്ട്.